ഇസ്ലാമിലെ ഇത്തരം ആധ്യാത്മികമായ വിശ്വാസങ്ങൾ അത് യുഅ്മിനൂന ബിൽ ഗൈബാണ്, പഞ്ചേന്ദ്രിയങ്ങളുടെ ഭൗതികമായ പരിമിത അറിവിന്റെ പുറത്താണ് എന്നതുകൊണ്ട് അതെല്ലാം വഹാബികൾ നിഷേധിച്ചു, അതെല്ലാം മൗദൂദികൾ നിഷേധിച്ചു. ഇപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് വഹാബി മൗദൂദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം? ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധരായ ആളുകൾ, എക്സ് മുസ്ലിമീങ്ങളുണ്ട്, മുസ്ലിം വിരുദ്ധരായ സംഘികളും ക്രിസംഘികളുമുണ്ട്. അവർക്കൊക്കെ ഇസ്ലാമിക വിശ്വാസങ്ങളെ കല്ലെറിയാൻ ആവശ്യമായ വഴിമരുന്ന് ഇത്തരം ആധ്യാത്മികമായ വിശ്വാസങ്ങളെ വികലമാക്കി എറിഞ്ഞുകൊടുത്ത് ഈ സമുദായത്തിലെ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ കരിവാരിത്തേക്കാൻ ഇസ്ലാമിന്റെ ഇത്തരം യുഅ്മിനൂന ബിൽ ഗൈബായ ആധ്യാത്മികമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും വഹാബി മൗദൂദികൾ ദുരുപയോഗം ചെയ്യുകയാണ്. നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇത്തരം ആണും പെണ്ണും അല്ലാത്ത, ഈ മണ്ണും ചാണകവും അല്ലാത്തൊരു സാധനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു ആദർശം പറയാനോ ചെയ്യാനോ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാത്തിനെയും വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന തോന്നിവാസമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, മാധ്യമം പത്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് സംഗതി അത് വളർത്തുന്നത് സക്കാത്ത് കൊണ്ടുകൊണ്ടാണ്. പലപ്പോഴും സുന്നികളായ നമ്മളും അതിന്റെ അടിമകളായി പോവുകയാണ്. ഏതെങ്കിലുമൊക്കെ സുന്നികൾ ഈ സമുദായത്തിൽ സുന്നി സമൂഹത്തിന്റെ പ്രതിനിധികളായി അത്തരം സാധനം വരുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീഡിയ വണ്ണിലും മാധ്യമം പത്രത്തിലൊക്കെ സുന്നികളായി നിന്നുകൊണ്ട് ആരെങ്കിലും അതിന് ദാസ്യവേല ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച ശമ്പളം കിട്ടുമെന്ന് കരുതി അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അത് ഇസ്ലാമിക വിശ്വാസത്തോട് തികഞ്ഞ നിഷേധാത്മകമായ നിലപാടും തോന്നിവാസമാണ്. എന്താ മൗദൂദികൾ ചെയ്യണത്? എല്ലാ വിശ്വാസങ്ങളെയും ഇവിടെയുള്ള യുക്തിവാദികൾക്ക് കല്ലെറിയാൻ ഇട്ടുകൊടുക്കുകയാണ്. അതിന്റെ ഭാഗമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അടുത്ത കാലത്ത് സുന്നി പണ്ഡിതന്മാര് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയം. അതെന്താണ്? ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകുന്നത് മതവിരുദ്ധതയെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മൾ ആത്മീയത കൈവിടരുത്, അള്ളാഹുവിലുള്ള തവക്കുൽ കൈയൊഴിക്കരുത് എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ ചില ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്തതാണ്. ഏതോ ഒരു ചങ്ങാതി ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടേക്ക് മൗദൂദികൾ എറിഞ്ഞു കൊടുക്കാൻ. എന്നാൽ അതേ മൗദൂദികൾക്കറിയാം, ഇവിടെ ഒരു വട്ടം ഡോക്ടറെ കണ്ട് രണ്ടാം വട്ടം അതേ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന വഹാബി പാതിരിമാരുടെ പ്രഭാഷണം ഇവിടെയുണ്ട്. അതുപോലെ ഗൈനക്കിനെ കണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ജമാഅത്ത് മൗലവിമാരുടെ പ്രസംഗമുണ്ട്. അതൊന്നും ഉളുപ്പില്ലാതെ മൗദൂദികൾ ഇവിടെ പുറത്തെടുക്കാറില്ല. എന്നാൽ ഏകപക്ഷീയമായി സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണ ശകലങ്ങള് ഈ സമുദായത്തിലെ മുസ്ലിം വിരുദ്ധർക്ക് എറിഞ്ഞു കൊടുക്കാൻ, അതിനുവേണ്ടി സമുദായത്തിലെ ചില പത്രപ്രവർത്തകന്മാരെ ബലക്കെട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തകരെ കഥ എന്താണ്? എല്ലാവരും അല്ല, എന്നാൽ വളരെയധികം ആളുകൾക്കും അതൊരു തൊഴിൽ മാത്രമാണ്. ഇക്കമ്പനിയിൽ ശമ്പളം കുറഞ്ഞ അക്കമ്പനി പോവും, അക്കമ്പനിയിൽ കുറഞ്ഞ ഇക്കമ്പനി പോവും. അതല്ലാത്ത ജനാധിപത്യത്തിന്റെ നെടുംതൂണും നാലാം തൂണും എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തനം എന്ന വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണ മാധ്യമപ്രവർത്തകർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, പ്രമോദ് രാമൻ എന്ന് പറയുന്ന പഴക്കളൊരു മാധ്യമ പ്രവർത്തകനാണ്. അയാളിപ്പോ ജോലി ചെയ്യുന്നത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലാണ്, മീഡിയ വണ്ണിന്റെ ചാനലിലാണ്. എന്താണ് അവർക്കൊക്കെ അവരുടെ മാധ്യമ പ്രവർത്തനത്തിനോടും ജനാധിപത്യത്തോടും കൂറുള്ളത്? ഇന്ത്യൻ ജനാധിപത്യം താഗൂത്താണ്, അത് തൗഹീദി വിരുദ്ധമാണെന്ന് പറയുന്ന മൗദൂദികളുടെ ശമ്പളം പറ്റുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കാളവണ്ടി വലിച്ചു കുട്ടികളെ പോറ്റലല്ലേ? അതുപോലെ നിഷാദ് റാവുത്തറെ പോലെയുള്ള ചില മാധ്യമ പ്രവർത്തകർ, ഇവരൊക്കെ ഈ ജാതി അച്ചാരം പണിക്ക് കോലം കെട്ടാൻ, എന്നിട്ട് ഓരോന്നെടുത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി പിഞ്ഞാൺ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോ നടത്തിയൊരു പ്രസംഗം, ആ പ്രസംഗം മീഡിയ വണ്ണ് കുത്തിപ്പൊന്തിച്ച് ചാനലിൽ ഇടുകയാണ്. അതൊരു വലിയ ഒലക്ക മുഖ്യ വാർത്തയാക്കി കൊണ്ടുവരാൻ. എന്തേ പൈലിത്തരുള്ളത്? മുസ്ലിമീങ്ങൾക്ക് അതിൽ യാതൊരു അത്ഭുതമല്ല. പക്ഷേ ക്രിസ്തംഗികൾക്ക് ഇസ്ലാമിനെ കുതിര കയറാൻ മരുന്നാണത്. അതുപോലെ ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കും സംഘികൾക്കും അതൊരു മരുന്നാണ്. അതാരാണ് കുത്തിപ്പൊന്തിച്ചിട്ട് കൊടുക്കുന്നത്? മീഡിയ വണ്ണിനെ പോലെയുള്ള മുസ്ലിം വിരുദ്ധ ചാനലുകളാണ്. എന്നാൽ അതേ ചാനലിൽ മൗദൂദികളുടെ ശമ്പളം പറ്റി കുടുംബം പോറ്റുന്ന നിഷാദ് റാവുത്തർക്കോ പ്രമോദ് രാമനോ മൗദൂദികളുടെ സോണിയാഗാന്ധിയെ പോലെയുള്ളവരെ ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതൃത്വത്തിൽ പോലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു പ്രഭാഷണ ശകലം മീഡിയ വണ്ണിൽ കൊണ്ടുപോയി തിരികിട്ട് അന്തിച്ചർച്ച നടത്താൻ ഒരു അര നട്ടല്ലില്ല. അതുപോലെ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഹക്കീം അസ്ഹരിയുടെ ഈ പിഞ്ഞാണയത്തിനെ കുതിര കയറിയ അതേ മീഡിയ വണ്ണിന് സ്വന്തം പുരോഹിതന്മാരുടെ കലാപരിപാടി കുതിര കയറാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ നോക്ക്, ഇത് അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി മൗലവിയാണ്. അയാള് റാബിത്തയുടെ പ്രതിനിധിയായി അയാള് ആഫ്രിക്കൻ രാജ്യത്തേക്ക് പോയി. അങ്ങനെ സാംബിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചെല്ലുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഒരു മൊല്ല, അവിടെ ഉള്ളൊരു മുല്ല സാഹിബ്, ബിസിനസ്സുകാരനായ മുല്ല സാഹിബ്, അയാൾ ഗുജറാത്തിൽ നിന്നോ അങ്ങോട്ട് താമസം മാറ്റിയ ആളാണ്. ഇന്ത്യയിൽ നിന്ന് എന്തോ ഒരു വലിയ കോജ റാബിത്തന്റെ പ്രതിനിധിയായി വന്നിക്കണെന്ന് കരുതി അയാളെ ഖാദിമായി ഒപ്പം കൂടി. അങ്ങനെ കൂടിയപ്പോൾ ഈ മുല്ല പറഞ്ഞു ഈ മൗലവിയോട്, മൗലവി, എൻ്റെ ഈ ഇന്നാലിന്ന നാട്ടിലെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണിന് 5 വർഷത്തോളമായി കഴുത്തിലൊരു മുഴണ്ട്. ആ മുഴക്ക് ഒരു മരുന്ന് ഇപ്പം എന്താ കൊടുക്കുക? അപ്പൊ ഈ മുല്ലനോട് സാക്ഷാൽ ജമാഅത്ത് മൗലവി പറഞ്ഞു, നിങ്ങൾ റൂമിലേക്ക് വരൂ. അങ്ങനെ ഈ മുല്ലയും അബ്ദുസ്സലാം മൗലവിയും റൂമിൽ കയറി. അങ്ങനെ റൂമിൽ കയറിയ ശേഷം കയറി കഥകടച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് ചെയ്യുക? ഈ പെണ്ണിപ്പം നാളെ ചികിത്സക്ക് വരുമല്ലോ, അപ്പൊ എന്താ മൗലവി സാഹിബെ നമ്മൾ ചെയ്യാന്ന് മുല്ല അബ്ദുസ്സലാം മൗലവിയോട് ചോദിച്ചപ്പോൾ അയാൾ പറയണേ, വിശുദ്ധ ഖുർആനിലെ ഒരു തിരുസൂക്തം മന്ത്രി ചൂതാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുക്ലോസ് പൊടിയിലാണ് മന്ത്രി ചൂതുന്നത്. നല്ല തന്നെ, ഒരു ടീസ്പൂൺ ഗുക്ലോസ് പൊടി 1/2 ഗ്ലാസ് വെള്ളത്തിൽ രാവിലെയും രാത്രിയും കലക്കി കുടിക്കണം. ദന്തരങ്ങള് മൗലവി ഒരു പകുതി വിശ്വാസത്തിലാണ് ഊതി കൊടുക്കുന്നത്. മന്ത്രം കൊണ്ടോ ഗുക്ലോസ് കൊണ്ടോ ഏതോടെങ്കിലും കഴിച്ചിലാട്ടെ വിചാരിച്ചിട്ടുള്ള ഊത്താൻ, അങ്ങിലെ പൊങ്ങില ഊത്താൻ, ഏതായാലും മൂപ്പര് ഊതി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കൃത്യമായി ഇത് ഓതിക്കൊടുത്ത് 3 മാസം ഇത് മിശ്രിതം കഴിക്കുമ്പോൾ അസുഖം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി ചൂതിക്കൊടുത്തതിന്റെ ശേഷം സഹോദരന്മാരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൗലവി എന്ത് ചെയ്തു? മുല്ല സാഹിബിനെ വിളിച്ചു. അല്ല, നമ്മളാ മന്ത്രി ചൂതിയ വള്ളം കൊണ്ടുപോയ പെണ്ണിന്റെ കഥ എന്താ? അപ്പോ മുല്ല സാഹിബ് പറഞ്ഞു, ഞാൻ നാട്ടിലില്ല, കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ വന്നിട്ട് മുല്ലനോട് ചോദിച്ചു, അല്ല എന്തായി നമ്മളാ കുട്ടിന്റെ കഥ? അപ്പോ കുട്ടിന്റെ കഥ മുല്ല സാഹിബ് പറഞ്ഞു, ഏതാണ്ടൊക്കെ മുഴ കുറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ചക്കടുമ്പോ ചിലപ്പോൾ മുയൽ കിട്ടിക്കൂടായില്ല. അങ്ങനെ മുജാഹിദൊക്കെ മന്ത്രി ചോദിയാൽ അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അജാതി ഒരു ഊത്തല്ലേ. ഇനി മൗലവി പറയണം, അങ്ങനെ പിന്നെ ആ പെൺകുട്ടിനെ കാണണമെന്ന് ഈ അബ്ദുസ്സലാം മൗലവിക്ക് തോന്നാണ്. അങ്ങനെ തോന്നി ഈ പെൺകുട്ടി മേരി എന്നാണ് ആ പെൺകുട്ടിന്റെ പേര്. ആ പെൺകുട്ടിയെ പിന്നെ മൗലവി കാണാൻ പോവുകയാണ്. അങ്ങനെ കാണാൻ പോയി. അത്യാകാംക്ഷപൂർവം ഞാൻ കാത്തിരുന്ന ആഫ്രിക്കൻ ബാലികയും മുല്ല ഫക്കീർ സാഹിബും മറ്റു പരിവാരങ്ങളുമാണ് അതിലുണ്ടായിരുന്നത്. സ്നേഹാദരപൂർവ്വം അതിഥികളെ ആദരിച്ചിരുത്തുകയും ശീതളപാനീയങ്ങൾ നൽകുകയും ചെയ്ത ശേഷം വേറെ കൂടുതലൊന്നും സംസാരത്തിന് നിൽക്കാതെ ഞാൻ മേരിയുടെ, അതായിരുന്നു ഓളെ പേര്, അരികച്ചെന്ന് അവളുടെ കഴുത്ത് സൂക്ഷിച്ചു നോക്കി. ഹാ, എന്തൊരത്ഭുതം! പൊതിച്ച വലിയ ഒരു തേങ്ങയോളം വലിപ്പത്തിൽ ഉരുണ്ടുകൂടിയിരുന്ന ആ മുഴ ഇപ്പോൾ അവിടെ അശേഷമില്ല. സഹോദരങ്ങളെ, എക്കച്ചക്കിൽ ഊതിയിട്ടപ്പ ഇജാതി ഫലം. അപ്പൊ ഈ യക്കീനുറപ്പിലോതുന്ന മൂല്യന്മാരെ ഊത്തിന് എന്തെന്തരോ കാണുണ്ടാവും. അതൊരു 1.5 ഊത്തല്ലേക്കാരോ. ഓ, നിഷാദ് റാവുത്തരെ പോലെയുള്ള മാധ്യമ തൊഴിലാളികളായ ആളുകളോട്, അതുപോലെ പ്രമോദ് രാമനെ പോലെ മൗദൂദികളുടെ അച്ചാരം വാങ്ങി കുടുംബം പോറ്റുന്ന മാധ്യമ തൊഴിലാളികളോട്, ഈ ജമാഅത്ത് മൗലവിയുടെ ഈ പുസ്തകം വെച്ചൊരു അന്തിച്ചർച്ചക്ക് ഏതാണ് മാധ്യമം പത്രത്തിലോ മീഡിയ വണ്ണിലോ നട്ടലിലുള്ള ആളൊരുത്തുണ്ടെങ്കിൽ നിങ്ങൾ വിവരം പറയണം. ഇത് മുജാഹിദിൽ ചില മന്ത്രിച്ചൂത്തൊക്കെ തുടങ്ങി. ഇവിടെ മന്ത്രിച്ചൂതിനെയൊക്കെ കുതിരയാക്കിയാലും സഹോദരന്മാരെ, മുജാഹിദിൽ ഈ അനസിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇച്ചിരി ഊതാന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പൊ ഏതോ ജമാഅത്തുകാരന് ഈ അനസിനെയൊക്കെ കുതിരയാക്കിയപ്പോ ഈ സംഭവം അനസ് മൗലവിന്റെ കൊടിയുന്നുണ്ട്. അതൊന്ന് കേട്ടോളി. എന്നാ നിങ്ങൾക്കറിയോ, ഓമശ്ശേരിയിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞ ദിവസം. ഈ ഓമശ്ശേരിയില് പരിപാടി നടക്കുമ്പോ അവിടെ എന്താ സംഭവിച്ചറിയോ? OP അബ്ദുസ്സലാം മൗലവി അതിന്റെ നോട്ടീസ് അടക്കം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. OP അബ്ദുസ്സലാം മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അവർക്കിടയിൽ ഹദീസ് പണ്ഡിതനായി പരിചയപ്പെടുത്തപ്പെടുന്ന OP അബ്ദുസ്സലാം മൗലവി അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ്, ആ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ് എഴുതിയപ്പോ അദ്ദേഹം ആഫ്രിക്കയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ മുഴ. അതാണ് ഞമ്മക്ക് മീഡിയ വണ്ണിൽ ഒരു അന്തിച്ചർച്ചക്ക് മേരിയുടെ മുഴ ചർച്ചക്ക് വെച്ച എങ്ങനെ ഉണ്ടാവും റാവുത്തരെ? എങ്ങനെ ഉണ്ടാവും പ്രമോദ് രാമൻ? നിങ്ങൾ പറയും, നിങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് താങ്ങണ ആൾക്കാരല്ലേ? ഒന്ന് കാണട്ടെ നിങ്ങളെ പൗറുസുറും നട്ടലിന്റെ ബലമൊക്കെ. ആദിവാസി പെണ്ണിന്റെ കഴുത്തിൽ മുഴ,
OP അബ്ദുസ്സലാം മൗലവി ഇവിടുന്ന് പോയൊരു പണ്ഡിതനാണ്. ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന OP അബ്ദുസ്സലാം മൗലവിയെ കണ്ടപ്പോ നേരെ ഓടി വന്നു. ആര്? ഈ കഴുത്തിൽ മുഴ ബാധിച്ച ആദിവാസി പെണ്ണ് ഞമ്മളെ മേരി. എന്നിട്ട് ചോദിച്ചു, വല്ലതുണ്ടോ? എനിക്ക് മുഴ ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല, അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? OP അബ്ദുസ്സലാം മൗലവി പറയാം, ഞാൻ വെള്ളം മന്ത്രി ചൂതി കൊടുത്തു. ഇത് CM വലിയുള്ളാഹി ചെയ്തു എന്ന് പറഞ്ഞ വഹാബിയക്ക് ചിരി ഇങ്ങനെ ഒന്നായിട്ട് ഞരമ്പ് പൊട്ടി വരും. ഇതെങ്ങാനും ഒരു ആലിമ് CM വലിയുള്ളാഹിന്റെ ഒക്കെ രോഗം മാറി എന്ന് കേട്ടൊക്കെയാണെങ്കിൽ നിഷാദ് റാവുത്തരും നമ്മളെ പ്രമോദരാമനൊക്കെ ഇങ്ങനെ ഇജ്ജാതിയൊക്കെ വെച്ച് അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കും. ആ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം കൊടുത്ത് രാവിലെയും വൈകുന്നേരവും ഈ മുഴ കഴുകി അവസാനം മുഴ നീങ്ങിപ്പോയി. മൂപ്പർക്ക് വലിയ എക്കീനില്ല, അതുകൊണ്ട് ഒരു കുക്ലൂസും പൊടിയും ഇട്ടുകിടും. ഒന്നിരിക്കും ഇതുമ മാറട്ടെ അല്ലെങ്കിൽ അയിമ മാറട്ടെ, മട്ടും വെച്ചോട്ടിയ കളിയാ. മുഴ മാറി. ഈ വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്ന ആളാരെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ നേതാവ്. എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞിട്ട് ഓമശ്ശേരിയിൽ വന്നിട്ട് പരിപാടി നടത്തി 2011 മാർച്ച് 1. ആ പരിപാടിയിൽ ഇതേ ചോദ്യം വന്നു സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തിന്റെ എഡിറ്റർ, മാധ്യമ പത്രത്തിന്റെ എഡിറ്റർ അബ്ദുറഹ്മാൻ സാഹിബുണ്ട്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ നേതാക്കൾ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് വെള്ളം മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ആഫ്രിക്കൻ പര്യടനത്തിൽ കഴുത്തിൽ മുഴ ബാധിച്ച പെണ്ണിന് വെള്ളം മന്ത്രി ചൂതി കൊടുത്തിട്ട് അവരുടെ മുഴ മാറിയ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വെള്ളത്തിൽ മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ OP അബ്ദുസ്സലാം മൗലവി എഴുന്നേറ്റിട്ട് ധൈര്യസമേതം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അതിന് എന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതാണ് ആ തെളിവ്. നിഷാദ് റാവുത്തർക്ക് ഒന്ന് കൊടുക്കണം, പ്രമോദ് രാമനൊന്ന് കൊടുക്കണം, എന്നിട്ട് നടത്തട്ടെ ഒരു അന്തിച്ചർച്ച. എന്റെ മാധ്യമ തൊഴിലാളികളെ ആ ജമാഅത്തുകാര് കട്ടെടുത്ത് കൊണ്ടുവരുന്ന സക്കാത്തും പൈസയും തിന്ന് അവർക്ക് അച്ചാരം പറ്റി ഈ ജാതി നട്ടെല്ല് വളച്ച് സകല ഏടാകൂടത്തിനും തലവെക്കണീനേക്കാളും നല്ലതേ നിങ്ങൾക്ക് വേറെന്തൊക്കെ തൊഴിൽ കിട്ടും ഈ നാട്ടില്. ഇതൊക്കെ ഒന്ന് അന്തിച്ചർച്ചക്ക് മീഡിയ കൊണ്ടെന്നൊക്കെ ഒന്ന് കുത്തിപ്പൊന്തിച്ചോ. ഇതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ ആധ്യാത്മികമായ വിശ്വാസങ്ങളെ പെറുക്കിയെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് തള്ളി ഇസ്ലാമിനെ കുതിര കയറാൻ ക്രിസംഗികൾക്കും സംഘികൾക്കും നിരീശ്വരവാദികൾക്കും എക്സ് മുസ്ലിമീങ്ങൾക്കും വഴിവെട്ടി കൊടുക്കുകയാണ് മൗദൂദികൾ. മണ്ണും ചാണകവുമല്ലാത്ത സാധനങ്ങൾ. എന്നാ ഇതിനൊക്കെ ഒന്ന് അങ്ങാടിയിൽ വന്ന് മറുപടി പറയാൻ ഏതെങ്കിലും മൗദൂദിനെ വെല്ലുവിളിച്ചാൽ കിട്ടുമോ? നട്ടല് പോയിട്ട് വായപ്പിണ്ടി പോലും അതിന് ശരീരത്തിൽ അവശേഷിക്കുന്ന ഒരൊറ്റ കാരക്കുന്നമാരും ഈ പരിസരത്ത് ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് മൗദൂദികൾ.